മൂപ്പര് പറയാണ്, എന്താ പാറക്കോറി തൊഴിലാളിക്ക് മതം പറഞ്ഞൂടെ? അതിനെന്താ തെളിവറിയോ? ആട് മേക്കണ മൂസാ നബി പ്രവാചകനായില്ലേ? നോക്കിങ്ങള്, പാറക്കോറി തൊഴിലാളി ഇമാം ഖസ്തല്ലാനിയെ ഗണ്ണിക്കാൻ യോഗ്യനല്ല. എഞ്ചിനീയർ MBBS പാസ്സായ ഡോക്ടറെ ഗണ്ണിക്കരുത്. MBBS പാസ്സായ ഡോക്ടർ രോഗനിർണയത്തിൽ പറയുന്ന വിഷയം എഞ്ചിനീയറും ഗണ്ണിക്കരുത്. പഠിച്ച വിഷയത്തിലാണ് ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് ആർക്കും അറിയാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നാളെ ഇവിടെ ഒരു എഞ്ചിനീയർ വന്നിട്ട് പറയണം അപ്പുറത്തെ MBBS പാസ്സായ ഡോക്ടർ എഴുതി കൊടുക്കണ മരുന്നൊക്കെ തെറ്റാന്ന് പറഞ്ഞാൽ ഓനൊക്കെ അങ്ങാടിയിലെ മനുഷ്യന്മാരെങ്ങനെയാ കരുതുക? ഇതുപോലെയാണ് പാറക്കോറിയിൽ തൊഴിലെടുത്ത പരിചയമൊക്കെ പാരമ്പര്യമൊക്കെ ബാലുശ്ശേരിക്കുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നന്നായി പണിയെടുക്കണം. നമ്മളെല്ലാ പിന്തുണയും തരും. ബല ആദായം ഉണ്ടെങ്കിൽ നിങ്ങളെടുത്ത് തന്നെ കല്ല് വാങ്ങും ചെയ്യും. പക്ഷേ മതം പറയണമെങ്കിൽ അത് പഠിക്കണം. അപ്പൊ മൂപ്പര ചോദ്യോ, മൂസാ നബി അലൈഹി ഇസ്ലാം ആട് മേക്കണോടത്തുനിന്ന് പ്രവാചകനായില്ലേ, പിന്നെന്താ പാറക്കോറിയിൽ പണിയെടുക്കണോടത്തുനിന്ന് ഇച്ച് വയലറിയാൻ പോയിക്കൂടെ എന്നാ മൂപ്പര ചോദ്യം. ഇവിടുത്തെ സഖാബിനെ പോലെയാണ്. അത്തരൊരവസ്ഥയാണെങ്കിൽ പഠിച്ച് ഇതാ പന്റെ യോഗ്യത, ആടിനെ മേച്ചെടുക്കണം, അന്നെ നബിയാക്കി എനിക്ക് താല്പര്യമില്ല, ഞാൻ വേറെ ആരെയും നോക്കട്ടെ എന്നല്ല പറഞ്ഞോ? അതാ ഞാൻ പറഞ്ഞു, മർക്കസ് സഖാബത്ത് സുന്നി ഇല്ലാത്തതിന്റെ ഭാഗ്യം കണ്ടെങ്കില് അമ്പിയാക്കള് നോക്കണേങ്ങള്. ഞാൻ പാറക്കോറിൽ തന്നെ പണിയെടുത്ത് ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ നാട്ടില് വള്ളർക്കാടില് 50 ലോറിയിൽ കരിങ്കല്ല് ഇവിടെ കൊണ്ടുവരുത്തുക, ഞാൻ അടിച്ച് ചുറ്റിക്കൊണ്ട് പൊട്ടിച്ച് കഷ്ണായി തരും. മമ്പോട് സഖാബിനെ ഞാൻ വിളിക്കുന്നു, 1/2 ലോഡ് കല്ല് മുറിച്ചാ പിന്നെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കേണ്ടി. അതൊക്കെ ചിലപ്പോ ശരിയായിക്കാരം. 1/2 ലോഡ് കല്ല് ഞാൻ ഇവിടെ ഇട്ടുകാണ്ട് വെട്ടിമുറിച്ചാ ചിലപ്പോ ഞാൻ പള്ളിക്കാട്ട് എടുക്കേണ്ടി വരും. കാര്യം കൈത പറഞ്ഞാലും കേൾക്കണല്ലോ. അതേ സമയത്ത് 50 ലോഡ് കല്ല് അങ്ങേര് വെട്ടിപ്പാകാക്കി തരുമോ എന്നുള്ളത് ഒന്ന് പരീക്ഷ. ഞാൻ ബെല്ല് വിളിക്കാണ്, 50 ലോഡ് കല്ല് ഞാൻ ഇവിടെ ഇറക്കി തരാം. ബാലുശ്ശേരിക്ക് അതൊന്ന് വെട്ടിമുറിച്ച് പാകാക്കി തരാൻ ധൈര്യമുണ്ടോ? നിങ്ങളൊന്ന് വെട്ടിമുറിച്ച് പാകാക്കി തരാം, ഞങ്ങളൊന്ന് കാണട്ടെ. ആരാനൊക്കെ പിരാന്തായ കാണാൻ ചുരുക്കാണല്ലോ. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ. അതേ സമയത്ത് ബാലുശ്ശേരിയെ ഞാൻ വെല്ലുവിളിക്കുന്നത് തെങ്ങ് കയറാനോ പാറക്കോറിൽ പണിയെടുക്കാനോ അല്ല. സദസ്സിൽ മൈക്കയുണ്ട്, വിനീതനായ ഞാൻ സ്റ്റേജിലുണ്ടാകും. സ്വഹീഹ് ബുഖാരിയിലെ ഒരു പേജിൽ നിന്ന് 1/2 പേജ്, അല്ലെങ്കിൽ ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ കിതാബിൽ നിന്ന് 1/2 പേജ്, ഇസ്ലാമിക പ്രമാണങ്ങൾ വിശദീകരിക്കുന്ന അറബിക് ഗ്രന്ഥങ്ങളിൽ ഫത്വയും ഗസ്റും ഇടാത്ത ഒരു കിതാബിന്റെ 1/2 പേജ് ഇവിടെ മൈക്കിന്റെ മുമ്പിൽ വന്ന് വായിച്ചു തന്നാൽ കയ്യിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ മുടി പറിച്ചു തരും മുജാഹിദേ. ഇസ്ലാമിക പ്രബോധനം നടത്തുന്നിടത്ത് അതാ വേണ്ടി. 50 ലോഡ് കല്ല് പൊട്ടിച്ച് വിചാരിച്ച് സുബൈക്ക് കുനൂത്ത് സുന്നത്തുണ്ടോന്ന് തിരിയില ചായില്ലേ? മനസ്സിലായില്ലേ? അത് തിരിയണമെങ്കിൽ ചങ്ങായി കിതാബിൽ എന്താ ഉള്ളതെന്ന് നോക്കണം. വെറുതെ ഞങ്ങളെ തൊള്ള വടക്കാക്കിച്ചണ്ട. നിങ്ങളെ കഴിഞ്ഞ ഷുഗറാണ് ഇങ്ങനത്തെ ഷുഗർക്ക് എത്തണേ. അപ്പൊ ഇരിക്കട്ടെ സുഹൃത്തുക്കളെ. അപ്പൊ 50 ലോഡ് ഞാൻ ആവർത്തിച്ചു വെല്ലുവിളിക്കാണ്. നാളെ തന്നെ ഇവിടെ ഒരു ചങ്ങായി ഉണ്ടല്ലോ ഇങ്ങനെ നീട്ടി പറഞ്ഞു പോണേ, എന്തോന്റെ പേര് ഏതായാലും ആ ഫുലാൻ, മൂപ്പരെ ഞാൻ ഏൽപ്പിച്ചാണ്. 50 ലോഡിന്റെ കല്ലും ഞാൻ 50 ലോഡ് കല്ലിന്റെ പൈസയും ഞാൻ ഇവിടെ സംഘാടകരെ ഏൽപ്പിച്ചാണ്. ഒരാഴ്ച തരാം. അതൊന്ന് വെട്ടി നുറുക്കി പാകാക്കി തരാൻ ബാലുശ്ശേരി മൗലവിയെ ഞാൻ വെല്ലുവിളിക്കാൻ. നിങ്ങൾ 50 ലോഡ് ഇവിടുന്ന് വെട്ടിപ്പാകാക്കിയാൽ നിങ്ങളെ പള്ളിത്തോട് കൊടുക്കാനും ബാക്കി ഉണ്ടാവില്ല. 1/2 ലോഡ് കല്ല് പാകാക്കി കഴിഞ്ഞാൽ പള്ളിത്തോട് കൊടുക്കാൻ ഡെഡ് ബോഡി ബാക്കി ഉണ്ടാവും. നിങ്ങൾ 1 ലോഡ് റെഡിയാക്കുമ്പോ തന്നെ നിങ്ങൾ പള്ളിക്കാട്ട് കിടക്കാനും ബാക്കി ഉണ്ടാവില്ല. ഇനി ഉണ്ടോ അല്ലേ? നിങ്ങൾ 50 ലോഡൊന്ന് വെട്ടിത്തെളിച്ചേരി, അപ്പൊ നോക്കാം നമുക്ക്. അതല്ലേ രസം. വെല്ലുവിളിച്ചു കണ്ടിങ്ങി ബാക്കി പറയണം കേട്ടോ. ലോഡ് ഞാൻ കൊണ്ടുവന്നേരാം, റെഡിയാ. അപ്പൊ സുഹൃത്തുക്കളെ, ബടായി പറയാ. ഇനി ബാക്കി ഞാൻ ഇങ്ങറിയോ, എന്റെ നാട്ടിലെ പാറക്കോറിയിൽ ഏറ്റവും പണിയെടുത്ത കഴിവിട്ട ആൺകുട്ടി ആരാൻ ചോദിക്ക്. അത് കണ്ടാൽ തന്നെ കൊട്ടമ്പാന്തലിന്റെ മാതിരി ഉണ്ട്, നല്ല മസിൽ പവറൊക്കെ. ഒരു ജിമ്മിനോയ പോലെ അയാളെ കണ്ടാൽ തന്നെ ഉണ്ട്. നമുക്ക് അതൊന്നും നിഷേധിക്കണ്ട. ആൾ ഉസാറാണ്. ഒരു പാറയൊക്കെയാണ് കജ്ജു കൊടുത്ത ഒന്നായിട്ട് എടുത്ത് പൊന്തിച്ചു. അതൊന്നും ഇപ്പൊ നമ്മളെ വിഷയമല്ല. മൂപ്പരഞ്ഞ് എവറസ്റ്റ് കൊടുമുടി ഒന്നായിട്ട് പെരടിയിൽ വെച്ചാലും ഞാൻ പറയുന്നത് ദീൻ പറയാൻ അതിനൊന്നും യോഗ്യതല്ല. എവറസ്റ്റ് കൊടുമുടി ബാലുശ്ശേരി തലയിൽ വെച്ചേറ്റിയാലും ഇസ്ലാം പറയാനുള്ള യോഗ്യതയല്ലാതെ RSSനോടും BJPനോടും അങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നുള്ളൂ. 2 ചെങ്കൽ ഒന്നിച്ചെടുക്കുന്ന ഒരു ആൺകുട്ടി ഈ നാട്ടിലുണ്ടായിരുന്നു. അത് മുജാഹിദ് ബാലുശ്ശേരിയാണ്. അതിപ്പോ എന്താ RSS അതിന്റെ സ്ഥാനത്ത് നോക്കുന്ന ആൾക്കാരാ? എന്താ ഇപ്പൊ RSSനെയും BJPനെയും പറഞ്ഞു മുമ്പ് ലോകം കൂടിയതാണോന്ന് അറിയില്ല. ഇരിക്കട്ടെ. എനിക്ക് അന്തസ്സല്ല സുഹൃത്തുക്കളെ.
അതൊക്കെ ശരിയാണ്. മൂപ്പര് കക്കാദ്യം പിടിച്ചാദ്യമൊക്കെ അധ്വാനിച്ച് പണിയെടുക്കുക എന്നുള്ളത് നല്ല അന്തസ് തന്നെയാണ്. പക്ഷേ പാറക്കോറിയിൽ പണിയെടുക്കാനുള്ള യോഗ്യതയൊക്കെ കഴിഞ്ഞപ്പോ മൂപ്പര് മിമ്പർമ കയറി. ഇപ്പൊ എന്താ മൗലവി പാറക്കോറി പോകലുണ്ടോ? ഇപ്പൊ എന്തേ പോകാത്ത? ഇപ്പൊ എന്തേ ഹോട്ടലിൽ ചായ പാറലുണ്ടോ? എന്തേ പാരാത്ത്? അത് പണ്ടൊരു ചങ്ങായി തെങ്ങുമെന്ന് താഴേക്കാണ് വീണ്. തെങ്ങുമ്മ കേറോളം വലിയ പടായി അച്ച് 18 അടവും പിന്നെ പമ്പരം കറക്കാനും അറിയാറുണ്ട്. തെങ്ങിന്റെ മോളിൽ നിന്ന് തെങ്കുയിക്കാണ് വീണിട്ട് ഊരൊടിഞ്ഞിങ്ങനെ കിടക്കുക. അയലോകാരൻ ഞാൻ അല്ല മൊട്ടി എന്താപ്പച്ച് നീച്ചാത്ത്? ഇത് 20ാമത്തെ അടവാണ് കാരണം. ഏത് ഊരൊടിഞ്ഞാ നീച്ചാതൊക്കെ. ഇതാണ് പരിപാടി. ഇരിക്കട്ടെ ബാക്കി. മൂസാ നബി അലൈഹിസ്സലാം ആടിന് മേച്ച് കിടന്നപ്പോ അള്ളാഹ് പറയാണ് ആടിന് മേച്ചൽക്ക് അന്ന മതി. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങളോട് അള്ളാഹ് അങ്ങനെ പറഞ്ഞിക്കണോ? മൂസാ നബിക്ക് കൊടുത്ത വല്ല വഹിയും നിങ്ങൾക്ക് കിട്ടിയിക്കണോ? എന്നാ നമ്മൾ കുറ്റം പറയില്ല. നബിയാക്ക ഇതിനേക്കാൾ വലിയ പതിവൊന്നല്ലല്ലോ എനിക്കുള്ളത്. ഞാനൊരു പ്രാസംഗികനല്ലേ? അതെ, പ്രസംഗിക്കുന്നത് മതമാണ്. മതം പ്രസംഗിക്കണമെങ്കിൽ മതം അറിയണം. നിങ്ങളൊരു പാറക്കോറിയെ പറ്റി 2 മണിക്കൂർ പ്രസംഗിച്ചോളിന്ന് എനിക്ക് കണ്ണിക്കാൻ കഴിയൂല. കാരണം ഞാൻ പാറക്കോറിയിൽ ഒരു ദിവസം പണിക്കോയിട്ടില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞോളി. അല്ലെങ്കിൽ ഒരു ചെങ്കല്ലിന്റെ ഭാരം കിലോ, ഒരു ചെങ്കല്ല് എങ്ങനെ തോൾക്ക് വെക്കേണ്ടത്, അതെങ്ങനെ ലോറിക്ക് കയറ്റേണ്ടത്, ഒരു ചെങ്കല്ല് പൊട്ടാതെ എങ്ങനെ ടിപ്പർ ലോറിക്ക് ഇടുക, നിങ്ങൾ പറഞ്ഞു കൊടുത്തോളി. നമ്മൾ എതിർക്കാൻ വരൂല, കാരണം എനിക്കറിയില്ല. അതേ സമയത്ത് ഇബ്നു ഹജർ തങ്ങളും ഇമാം ബുഖാരിയും ഇമാം ഖസ്തല്ലാനിയും ഒക്കെ പഠിപ്പിച്ച ഇസ്ലാം തെറ്റാന്ന് പറയാൻ എന്റെ പാറക്കോറിയിലെ പരിപാടി പറ്റൂല. നബിയൊന്നും ആക്കിയിട്ടില്ലല്ലോ. ഇല്ലേ, നബി ആക്കിയിട്ടില്ല. നബി ആക്കിയിരുന്നുവെങ്കിൽ വഹിയിലൂടെ വിവരം കിട്ടീനി. കിതാബ് ഓതി പഠിച്ചിരുന്നുവെങ്കിൽ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇൽമ കിട്ടീനി. ഇത് രണ്ടുമില്ല. പാറക്കോറിയിൽ നിന്ന് കിട്ട കൊത്താള കൈവാ, മുട്ടാള കൈവാണ്. അത് നിങ്ങൾ 50 മുട്ടിക്കാണിച്ചു തരി, അപ്പൊ നമ്മൾ സമ്മതിച്ചു തരും. ആടിനെ മേച്ചിരുന്ന മൂസാ നബീനെ നബിയാക്കി. നിങ്ങൾക്ക് എന്താ കേൾക്കണ്ടേ? ഒന്നും കേൾക്കണ്ട, നിങ്ങൾ അങ്ങനെ ആക്കിക്കണോന്ന് കേട്ടാ മതി. ഈ മൂസാ നബി അലൈഹിസ്സലാം ആടിനെ മേച്ച് നടക്കുന്നിടത്തുനിന്ന് കൊണ്ടുപോയിട്ട് നബിയാക്കി എന്ന് പറഞ്ഞ പ്രബോധനം ചെയ്യാനുള്ള ഇൽമു വഹിയിലൂടെ അള്ളാഹ് കൊടുത്തു. പാറക്കോറിയിൽ പണിയെടുക്കണ മൗലവി ഒരു ദിവസം അങ്ങാടിയിൽ വന്നിട്ട് ഇമാം ഖസ്തല്ലാനി ധിക്കാരിയാണ്, ഖുർആൻ അറിയാത്ത പണ്ഡിതനാന്ന് പറയുമ്പോ വഹി കിട്ടണം ഒന്നിരിക്കെ. അല്ലെങ്കിൽ ഇമാം ഖസ്തല്ലാനിന്റെ പകുതിയെങ്കിലും കിതാബ് പഠിച്ചണം. ഇത് രണ്ടുമില്ലാതെ തൊള്ളിയിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ അൽമനാർ വായിച്ചു കണ്ട് പറഞ്ഞാൽ നടക്കൂല. അത് മുസ്ലിം സമുദായത്തിന്റെ ചെവിക്ക് പുറത്താണ്. ഹംകിന്റെ വാക്ക് ചെവിക്ക് പുറത്ത് എന്ന് കേട്ടിട്ടില്ലേ? ഇനി മൂപ്പരെ ചോദ്യം അതാണ്, മൂസാ നബി കോളേജ് പഠിച്ചിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം കോളേജ് പഠിച്ചിക്കണോ, പട്ടിക്കാട് പഠിച്ചിക്കണോ, മർക്കസ് പഠിച്ചിക്കണോ? അതുകൊണ്ട് എനിക്കും അതൊന്നും ആവശ്യമില്ല എന്നുള്ളടുത്താ മൂപ്പര്. നബി ഒരാളെ തടുത്തപ്പോ അയാൾ മരിച്ചു. അങ്ങനെ കൊലപാതകീന്ന് ഫിറൗനും കൂട്ടരും ഒക്കെ വിളിച്ചിട്ട് ഒരു കുറ്റവാളിയായിട്ട് മദാനിൽ പോയ ആളാ. നോക്ക്, സഖാഫത്ത് സുന്നിയയിൽ പഠിച്ചിട്ടില്ല, പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ മൂസാ അലൈഹിസ്സലാം പഠിച്ചിട്ടില്ല, ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയിൽ അദ്ദേഹം പഠിച്ചിട്ടില്ല. ഇതൊക്കെ ശരിയാണ്. മൂസാ നബി അലൈഹിസ്സലാം ആട് മേക്കണോടത്തുനിന്ന് അള്ളാഹു തആല നബിയാക്കി. എങ്ങനെയാ നബിയാക്കിയത്? ആട് മേക്കണ വിവരമായിട്ട് പ്രബോധനം ചെയ്യാൻ പറഞ്ഞയച്ചല്ല. ഫൗഹൈനാ ഇലാ മൂസാ, മൂസാ നബിയിലേക്ക് പ്രബോധനം ചെയ്യാനുള്ള വിവരങ്ങളെ വഹിയിലൂടെ അള്ളാഹ് നൽകി. പാറക്കോറിയിൽ പണിയെടുക്കണ ബാലുശ്ശേരി ഇമാം ഖസ്തല്ലാനി ധിക്കാരിയും ഖുർആൻ അറിയാത്ത പണ്ഡിതനോട് പറഞ്ഞ് ഇമാമികളെ ഗണ്ണിക്കാൻ വരുമ്പോ ഇഞ്ചാൻ എന്ത് വയ്യ പഠിച്ചോൻ തന്നെ? എവിടുന്നാണ് ഈ ഇമാമിങ്ങളെ ഗണ്ണിക്കാനുള്ള വിവരം ഞാൻ കിട്ടിയത്?